നമസ്കാരം, അക്ഷയ മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഡെയിലി അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നിങ്ങൾ മുമ്പായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇതുകൂടാതെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലിലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, PM കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന മറ്റൊരു പദ്ധതിയാണ് കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി അഥവാ SMAM. ഈ പദ്ധതി പ്രകാരം കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായിട്ട് കർഷകർക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഇന്ന് ഡിസംബർ 31 പോർട്ടൽ ഓപ്പൺ ആകുന്നതോടെ ജനുവരി മാസം മുതൽ അപേക്ഷകൾ നൽകി തുടങ്ങാൻ സാധിക്കും. കർഷകർ തങ്ങൾക്ക് ആവശ്യമുള്ള കാർഷിക ഉപകരണങ്ങൾ ബന്ധപ്പെട്ട ഏജൻസികളിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നോ തിരഞ്ഞെടുത്ത് വാങ്ങാനായിട്ട് സാധിക്കും. ഇതിനായിട്ട് കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ സബ്സിഡി ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. വ്യക്തിഗത അപേക്ഷകൾക്ക് ഉപകരണങ്ങളുടെ വിലയിൽ 40% മുതൽ 50% വരെ സബ്സിഡി ലഭിക്കുമ്പോൾ കാർഷിക സഹകരണ സംഘങ്ങൾ പോലുള്ള ഗ്രൂപ്പുകളായിട്ട് അപേക്ഷിക്കുകയാണെങ്കിൽ 80% വരെ പരമാവധി 8 ലക്ഷം രൂപയോളം സബ്സിഡി ലഭിക്കുന്ന സ്കീം നിലവിലുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ അടുത്തുള്ള കൃഷിഭവനുമായിട്ടും അല്ലെങ്കിൽ അഗ്രികൾച്ചർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെടേണ്ടതാണ്. അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി ഫീസ് നൽകി ചെയ്യണമെന്നില്ല. ബന്ധപ്പെട്ട കാർഷിക യന്ത്ര വിതരണ ഏജൻസികളെ സമീപിച്ച് അവർ സൗജന്യമായി തന്നെ അപേക്ഷകൾ നൽകാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. കർഷകന്റെ സ്ഥലത്തിന്റെ നികുതി അടച്ച രസീത്, കരമടച്ച രസീത്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ, ഫോട്ടോ തുടങ്ങിയ രേഖകളാണ് ഇതിനായിട്ട് പ്രധാനമായിട്ട് സമർപ്പിക്കേണ്ടത്. ലൈഫ് മിഷൻ കേരള പദ്ധതിയുടെ പുതിയ ഹൗസ് പ്ലാൻ അപ്ഡേറ്റുകൾ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് മറക്കരുത്. ലൈഫ് മിഷൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിതരായ ഭവനരഹിതർക്കും സ്വന്തമായി തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുന്നതിനും സാമൂഹിക പ്രക്രിയകളിൽ മാന്യമായി ഭാഗവാക്കാകുവാനും സാമ്പത്തിക സേവനങ്ങൾ ഉൾപ്പെടെ എല്ലാ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെയും പ്രയോജനം കേന്ദ്രീകരിക്കാനും ഉതകുന്ന സുരക്ഷിതവും മാന്യവുമായ വീടുകൾ ലഭ്യമാക്കുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയുടെ ലക്ഷ്യം. ഭൂമിയുള്ള ഭവനരഹിതർ, ഭൂമിയില്ലാത്ത ഭവനരഹിതർ, ഭവന നിർമ്മാണം പൂർത്തിയാക്കാത്തവർ, വാസയോഗ്യമല്ലാത്ത ഭവനമുള്ളവർ, പുറംപോക്കിലോ തീരദേശ മേഖലയിലോ തോട്ടം മേഖലയിലോ താൽക്കാലികമായി ഭവനമുള്ളവർ എന്നിവരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. മുൻ പദ്ധതികൾ ആരംഭിച്ച് പണി പൂർത്തീകരിക്കാനാകാതെ പോയിട്ടുള്ള ഭവനങ്ങളുടെ പൂർത്തീകരണം, സ്വന്തമായി ഭൂമിയുള്ള ഭവനരഹിതർക്ക് ഭവന നിർമ്മാണം, ധനസഹായം, ഭൂരഹിത ഭവനരഹിതരുടെ പുനരധിവാസത്തിന് പൊതു ഉടമസ്ഥതയിലുള്ള ഭവന സമുച്ചയ നിർമ്മാണം, വാസയോഗ്യമല്ലാത്ത വീടുകളുടെ നവീകരണ സഹായം എന്നിങ്ങനെ 4 ഘട്ടങ്ങളിലാണ് ലൈഫ് മിഷൻ പദ്ധതി നിർവഹണം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ലൈഫ് മിഷൻ വഴി 4 ലക്ഷം രൂപയാണ് ഭവന നിർമ്മാണത്തിന് ധനസഹായമായി ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. പുതിയ ഹൗസ് പ്ലാൻ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ലൈഫ് മിഷൻ വീടുകളിലൂടെ ഡിസൈനിലും പ്ലാനിലും ചില പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. വീടിന്റെ വിസ്തീർണം സംബന്ധിച്ച് പുതിയ പ്ലാൻ പ്രകാരം വീടുകൾ സാധാരണയായി 400 മുതൽ 500 സ്ക്വയർ ഫീറ്റ് വരെ ആയിരിക്കും. റൂമിന്റെ ക്രമീകരണങ്ങൾ ഒരു ബെഡ്റൂം, ഒരു ചെറിയ ഹാൾ, അടുക്കള, ടോയ്ലറ്റ് ആൻഡ് ബാത്റൂം. ചില സാഹചര്യങ്ങൾ കുടുംബത്തിന്റെ ആവശ്യകത അനുസരിച്ച് ചെറിയ മാറ്റങ്ങളും അനുവദിക്കുന്നുണ്ട്. ഇവിടെ നിർമ്മാണ രീതിയിലെ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വീടുകൾ കുറഞ്ഞ ചിലവിൽ ദീർഘകാലം നിലനിൽക്കുന്ന രീതിയിൽ പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. മഴവെള്ള ചോർച്ച ഒഴിവാക്കുന്ന റൂഫ് ഡിസൈനും, നല്ല വായു സഞ്ചാരത്തിനുള്ള വിൻഡോ പ്ലാനിങ്, ഭിന്നശേഷിയായവർക്ക് സൗകര്യമുള്ള പ്രവേശന സംവിധാനം എന്നിവ ഒരുക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ധനസഹായത്തെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകൾ നോക്കാം. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സർക്കാർ നൽകുന്ന ധനസഹായം ഘട്ടം ഘട്ടമായിരിക്കും ലഭിക്കുക. ആദ്യഘട്ടം അടിത്തറയിടാനും, രണ്ടാമത്തെ ഘട്ടം ചുമർ ആൻഡ് മേൽക്കൂര ഉണ്ടാക്കാനും, അവസാന ഘട്ടം ഫിനിഷിംഗ് ചെയ്യാനായിട്ടാണ് അവർ നൽകുന്നത്. വീട് നിർമ്മാണ പുരോഗതി പരിശോധിച്ച ശേഷമാണ് അടുത്ത ഘട്ടത്തിലെ പണം അനുവദിക്കുന്നത്. ഈ ഒരു ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് നമുക്ക് എങ്ങനെ അപേക്ഷ കൊടുക്കാം, അപേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭൂമിയുടെ രേഖ ക്ലിയർ ആയിരിക്കണം. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി വഴിയാണ് ഈ അപേക്ഷ സ്വീകരിക്കുന്നത്. ഗുണഭോക്താ ലിസ്റ്റിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. ലൈഫ് മിഷൻ പദ്ധതിയുടെ പുതിയ അപ്ഡേറ്റുകൾ അറിയാൻ LST ഓഫീസുകളിലെയോ പഞ്ചായത്ത് ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടുന്നത് വളരെ പ്രധാനമാണ്. ഈ ലൈഫ് മിഷൻ വീടുകളുടെ പ്ലാൻ ഏരിയ അനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും പ്ലാൻ വ്യത്യാസപ്പെട്ടേക്കാം. ഏറ്റവും അവസാനമായിട്ടുള്ള വാർത്താ അപ്ഡേറ്റ്, 2025 നിന്നും 2026 നാം പ്രവേശിക്കുമ്പോൾ
നിയമപരവും സാമ്പത്തികപരവുമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനായിട്ട് നികുതി ലഭിക്കാവുന്ന നിക്ഷേപങ്ങൾ, NSS, അതോടൊപ്പം തന്നെ ടാക്സ് ഫ്രീ ബോണ്ടുകൾ എന്നിവയെക്കുറിച്ച് ധാരണയുണ്ടാകുകയും 2026 സാമ്പത്തിക വർഷം മാർച്ച് 31 അവസാനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നികുതി സംബന്ധമായിട്ടുള്ള ബാധ്യതകൾ തീർപ്പാക്കുകയും ചെയ്യേണ്ടതാണ്. ബാങ്കിംഗ് മേഖലകളിൽ EKYC നടപടികൾ പൂർത്തിയാക്കുവാൻ, ഒപ്പം തന്നെ ആധാർ പാൻ ലിങ്കിങ്, അതോടൊപ്പം തന്നെ 10 വർഷത്തിനൊരിക്കലുള്ള ആധാർ പുതുക്കൽ എന്നിവ ഉറപ്പുവരുത്തണം. ഇതുകൂടാതെ ഭൂനികുതിയും വസ്തുനികുതിയും കൃത്യമായിട്ട് അടയ്ക്കുവാനും ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് തുടങ്ങിയ പ്രധാന രേഖകളുടെ കാലാവധി കൃത്യമായിട്ട് പരിശോധിച്ച് അവ പുതുക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. പുതുവർഷത്തിൽ നിലവിൽ വരുന്ന കേന്ദ്ര സംസ്ഥാന നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുന്നതും സമാധാനപരവും സുരക്ഷിതവുമായിട്ടുള്ള ഒരു വർഷം ഉറപ്പാക്കാൻ നമ്മെ സഹായിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ക്രിസ്മസ്, ന്യൂ ഇയർ എന്നിവ അനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ വിതരണം ഡിസംബർ 15 മുതൽ നേരത്തെ ആരംഭിച്ചെങ്കിലും ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് തുക പൂർണ്ണമായി ലഭിക്കാത്തത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ നൽകേണ്ട വിഹിതം കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലും കൈകളിലും എത്തിയെങ്കിലും 8 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ട കേന്ദ്ര സർക്കാർ വിഹിതം ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അതുപോലെ തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ എന്നിവ കൈപ്പറ്റുന്നവർക്ക് ലഭിക്കേണ്ട 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള തുകയാണ് നിലവിലിപ്പോൾ മുടങ്ങിക്കിടക്കുന്നത്. സാധാരണയായിട്ട് ഇത്രയും വൈകുന്നത് ആദ്യമായിട്ടെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ പലർക്കും 1500 രൂപ, 1800 രൂപ നിരക്കിൽ മാത്രമാണ് കൈകളിൽ ലഭിച്ചത്. ഈ കേന്ദ്ര വിഹിതം വൈകുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. മുൻപ് പാചകവാതക സബ്സിഡി നിർത്തലാക്കിയതുപോലെ പാവപ്പെട്ടവരുടെ ഈ ആനുകൂല്യങ്ങളും ഇല്ലാതാകുമോ എന്ന ആശങ്ക പുതിയ നയങ്ങൾക്കിടയിലുണ്ട്. വിതരണം തടസ്സപ്പെട്ടതിന്റെ കാരണം കേന്ദ്രം വ്യക്തമാക്കണമെന്നും അടിയന്തരമായിട്ട് കുടിശ്ശിക തീർക്കണമെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രധാന ആവശ്യം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി വിവരങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അപ്ഡേറ്റുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. എല്ലാവർക്കും താങ്ക്